നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെ ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത്? റിയാക്റ്റൻറ്റുകളുടെ സ്വഭാവം, റിയാക്റ്റൻസിൻ്റെ സ്വഭാവം മാറുന്നത് രാസപ്രവർത്തന വേഗതയെ അഥവാ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ സ്വാധീനിക്കുന്നു എന്ന് പഠിച്ചു. അതുപോലെ കോൺസെൻട്രേഷൻ അല്ലേ, ഒരുപാട് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു എന്ന് പഠിച്ചു. പിന്നെ റിയാക്റ്റൻറ്റുകളുടെ സർഫസ് ഏരിയ അല്ലേ, നമ്മളൊരു കൽക്കണ്ടം എടുത്ത് വെള്ളത്തിലിട്ട് ലയിപ്പിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് ലയിക്കത്തില്ല. അതിനെ പൊടിച്ച് ചെറിയ ചെറിയ തരികളാക്കി വെള്ളത്തിൽ ലയിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലയിക്കും. അപ്പോൾ സർഫസ് ഏരിയ കൂടുന്നു. സർഫസ് ഏരിയ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇങ്ങനെ പൊടിച്ച കൽക്കണ്ടം ആഡ് ചെയ്ത വെള്ളം നമ്മളൊന്ന് ചൂടും കൂടെ ഒന്ന് ആക്കി നോക്കിക്കുക, ചൂടാക്കുകയും കൂടെ ഒന്ന് ചെയ്ത് നോക്കിക്കുക, അത് പെട്ടെന്ന് ലയിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നത് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനെ കൂട്ടുന്നു. ഈ 4 ഘടകങ്ങളാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റലിസ്റ്റിൻ്റെ റോള് എന്താണ് കെമിക്കൽ റിയാക്ഷനിലുള്ളതെന്നാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 5ാമത്തെ പോയിൻ്റാണ് ഉൾപ്രേരകവും രാസപ്രവർത്തന വേഗവും, അതായത് കാറ്റലിസ്റ്റും കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റും. നമുക്ക് നോക്കാം. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് അഥവാ H2O2 എന്നാണ് എൻ്റെ കെമിക്കൽ ഫോർമുല. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് പെട്ടെന്ന് ഡിസോസിയേഷൻ സംഭവിക്കുന്നു അല്ലേ. ഇതിൻ്റെ ജലീയ ലായനിയാണ് സാധാരണ രാസപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, H2O2 പെട്ടെന്ന് തന്നെ വിഘടനം സംഭവിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ ജലീയ ലായനിയാണ് രാസപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തന സമവാക്യം നമുക്ക് നോക്കാം. 2H2O2 ഗ്യാസ് 2H2O + O2. അപ്പോൾ 2H2O2 വിഘടിച്ച് വാട്ടറും ഓക്സിജനുമാണ് ഉണ്ടാവുന്നത്. പ്രത്യേകം ഓർക്കുക, ഹൈഡ്രജൻ പെറോക്സൈഡിന് വിഘടനം സംഭവിച്ചുണ്ടാകുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്തിനു സഹായിക്കുന്ന വാതകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കത്താൻ സഹായിക്കുന്ന, ജ്വലനത്തിന് സഹായിക്കുന്ന ഒരു വാതകമാണ് ഓക്സിജൻ. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി എടുക്കുക. എന്നിട്ടോ ടെസ്റ്റ് ട്യൂബിനുള്ളിലേക്ക് എരിയുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. ഇൻസെൻറ്റ് സ്റ്റിക്ക് നമ്മൾ ടെസ്റ്റ് ട്യൂബിലേക്ക് കാണിച്ചാൽ നമുക്ക് എന്ത് നിരീക്ഷിക്കാൻ പറ്റുമോ? ചന്ദനത്തിരി കത്തുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? അപ്പോൾ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമല്ലേ, അതല്ലേ അവിടെ ലിബറേറ്റ് ചെയ്ത് H2O2 വിഘടിച്ചപ്പോൾ. അപ്പോൾ ചന്ദനത്തിരി കുറച്ചും കൂടെ നന്നായിട്ട് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ടെസ്റ്റ് ട്യൂബിലേക്ക് അല്പം മാംഗനീസ് ഡയോക്സൈഡ് MnO2 ചേർക്കുക. വീണ്ടും എരിയുന്ന ചന്ദനത്തിരി കാണിച്ചു നോക്കുക. എന്ത് കാണാൻ സാധിക്കും? അത് കുറച്ചുകൂടെ നന്നായിട്ട് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. MnO2 അതിലും എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഓക്സിജൻ ഉണ്ടല്ലേ. അപ്പോൾ കുറച്ചും കൂടെ ബ്രില്യൻ്റ് ആയിട്ടത് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബേൺസ് ബ്രില്യൻ്റ്ലി. മാംഗനീസ് ഡയോക്സൈഡ് ചേർത്തപ്പോൾ രാസപ്രവർത്തന വേഗം കൂടുകയും വേഗത്തിൽ ഓക്സിജൻ ഉണ്ടാവുകയും ചെയ്തു. അവിടെ നടന്ന രാസപ്രവർത്തനത്തെ കുറച്ചും കൂടെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് എന്ത് സഹായിച്ചു? MnO2 സഹായിച്ചു അല്ലേ. അവിടെ കുറച്ചും കൂടെ വേഗത്തിൽ ഓക്സിജൻ ഉണ്ടായി, രാസപ്രവർത്തന വേഗത കൂടി, കുറച്ചുകൂടെ നന്നായിട്ട് ജ്വലിച്ച് കത്തുകയാണ് ചെയ്ത ഇൻസെൻറ്റ് സ്റ്റിക്ക്. രാസപ്രവർത്തന വേഗതയെ കൂട്ടാൻ സഹായിച്ച ഒരു ഘടകമാണിവിടെ MnO2. പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളൊരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഈ ലായനിയെ ഒന്ന് അരിച്ചു നോക്കുക. ഫിൽറ്റർ പേപ്പറിൽ അവശേഷിക്കുന്ന പദാർത്ഥം മാംഗനീസ് ഡയോക്സൈഡ് തന്നെയാണ്. ഇത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൻ്റെ അളവിലോ ഗുണത്തിലോ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവർത്തനത്തിൽ മാംഗനീസ് ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം രാസപ്രവർത്തന വേഗം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതിനാൽ മാംഗനീസ് ഡയോക്സൈഡ് ഈ രാസപ്രവർത്തനത്തിൽ ഉൾപ്രേരകമായി അഥവാ കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ്. അപ്പോൾ സ്വയം സ്ഥിരമായ രാസമാറ്റം ഇവർക്കുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതെ തന്നെ രാസപ്രവർത്തന വേഗതയെ അവ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു, അതിൽ മാറ്റമുണ്ടാക്കുന്നു. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെയാണ് ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ MnO2 ആഡ് ചെയ്തപ്പോൾ ആ ഇൻസെൻസ് സ്റ്റിക്ക് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രില്യൻറ്റ് ഗ്ലോ ആണത് കാണിച്ചത്. അപ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ MnO2ൻ്റെ അളവിന് വ്യത്യാസമൊന്നും വന്നില്ല. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ
വേഗത കൂട്ടാനാണ് MnO2 നമ്മളവിടെ ഉപയോഗിച്ചത്. അതൊരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്തത്. ഒരു ഉൾപ്രേരകമായിട്ട് MnO2 അവിടെ ആക്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എക്സ്പെരിമെൻറ്റിന് ശേഷം ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് അതിനെ അരിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിക്കൊന്നും വ്യത്യാസം വന്നതുമില്ല. അപ്പോൾ അതിന് മാറ്റമൊന്നും ഉണ്ടാകാതെ തന്നെ ആ കെമിക്കൽ റിയാക്ഷനെ അത് പ്രൊമോട്ട് ചെയ്തു അല്ലേ, അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷനെ അത് കൂട്ടി. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാറ്റലിസ്റ്റ് അഥവാ ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്നുകൂടെ നോക്കാം. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റുകൾ. മാംഗനീസ് ഡയോക്സൈഡ് ഈ രാസപ്രവർത്തനത്തിൽ വേഗം വർദ്ധിപ്പിക്കുന്ന ഉൾപ്രേരകമായാണ് പ്രവർത്തിച്ചത്. ഇത്തരം ഉൾപ്രേരകങ്ങൾ പോസിറ്റീവ് ഉൾപ്രേരകങ്ങൾ അഥവാ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നറിയപ്പെടുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് സ്വയം വിഘടിച്ച് ജലവും ഓക്സിജനും ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് നശിക്കാതെ സൂക്ഷിക്കണമെങ്കിൽ വിഘടന വേഗം കുറയ്ക്കണം. ആവശ്യത്തിന് ഹൈഡ്രജൻ പെറോക്സൈഡിൽ നമ്മൾ എന്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും? ഫോസ്ഫോറിക് ആസിഡ്, H3PO4 എന്നുള്ളതാണ് എൻ്റെ കെമിക്കൽ ഫോർമുല. H3PO4 ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കുറയ്ക്കുന്നതിനാൽ ഇവിടെ അത് ഒരു നെഗറ്റീവ് ഉൾപ്രേരകമായാണ് പ്രവർത്തിക്കുന്നത്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ വനേഡിയം പെൻഡോക്സൈഡും അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഇരുമ്പും പോസിറ്റീവ് ഉൾപ്രേരകങ്ങളായി ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ വനേഡിയം പെൻഡോക്സൈഡ് ആണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഇരുമ്പുമാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിൽ മാത്രമല്ല കാറ്റലിസ്റ്റുകളെ നമുക്ക് കാണാൻ പറ്റുക, നമ്മുടെ ജീവൽ പ്രവർത്തനത്തിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകൾ പലതുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ കൺവേർഷനൊക്കെ. അപ്പോൾ അവിടെയുമൊക്കെ ശരീരത്തിനുള്ളിലെ എൻസൈമുകൾ അവിടെ കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. എൻസൈമുകൾ ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ അഥവാ ബയോ കാറ്റലിസ്റ്റ്. ജീവകോശങ്ങളിലെ ജീവൽ പ്രവർത്തനങ്ങൾ രാസപ്രവർത്തനങ്ങളാണ്. ഈ രാസപ്രവർത്തനങ്ങളാണ് ജീവൻ നിലനിർത്തുന്നത്. ഇവയുടെ പ്രവർത്തനം എൻസൈമുകൾ എന്നറിയപ്പെടുന്ന സങ്കീർണ മാംസ്യ തന്മാത്രകളാൽ നിയന്ത്രിതമാണ്. അമിലേസ് എന്ന എൻസൈമാണ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. ഉമിനീരിലാണ് അമിലേസ് കാണപ്പെടുന്നത്. അപ്പോൾ അന്നജവും ജലവും ചേർന്ന് മാൾട്ടോസായി മാറുന്ന ആ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നത് അമിലേസ് എന്ന എൻസൈമുകളാണ്. അവ മാംസ്യ തന്മാത്രകളാണ്. അടുത്തത് വിലയിരുത്താം എന്ന സെക്ഷനാണ്. ചില രാസവാക്യങ്ങൾ നൽകിയിട്ടുണ്ട് താഴെ. അപ്പോൾ അവയിൽ സമീകൃത സമവാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻസ്, അതിൽ ആദ്യത്തെ രണ്ടെണ്ണവും നാലാമത്തതും ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷനാണ്. സമീകരിക്കാത്ത സമവാക്യങ്ങൾ സമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. N2+O2 gives NO. ഇവിടെ റിയാക്റ്റന്റിൻ്റെ ഭാഗത്ത് 2 നൈട്രജനും 2 ഓക്സിജനുമാണ് ഉള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും 2 നൈട്രജനും ഓക്സിജനും വരണം. അതിനുവേണ്ടി നമ്മളിവിടെ 2 എഴുതി കൊടുത്തു, 2NO. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അതുപോലെ തന്നെ ഒരു എക്സാമ്പിളാണ് H2+I2 gives HI. ഇവിടെയും അഭികാരകങ്ങളുടെ ഭാഗത്ത് 2 ഹൈഡ്രജനും 2 അയഡിനും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് സൈഡിലും 2 ഹൈഡ്രജനും അയഡിനും വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 എഴുതി കൊടുത്തു, 2HI. ഇപ്പോൾ ആ ഇക്വേഷനും ബാലൻസ്ഡ് ആയി. ഇനി നോക്കുക. Fe+HCl gives FeCl2+H2. അപ്പോൾ റിയാക്റ്റന്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും Fe ഓരോന്നേ തന്നെ ഉള്ളൂ. പക്ഷേ പ്രോഡക്റ്റിൻ്റെ സൈഡിൽ 2 ഹൈഡ്രജനും 2 ക്ലോറിനും ഉണ്ട്. അതുപോലെ തന്നെ ഇക്വലൻ്റ് ആക്കണ്ടേ റിയാക്റ്റന്റിൻ്റെ സൈഡിലും. അപ്പോൾ 2HCl എന്നാക്കി കൊടുത്തു. ഇനി CO2+C gives CO. അവിടെ റിയാക്റ്റന്റിൻ്റെ സൈഡിൽ 2 കാർബണും 2 ഓക്സിജനും ഉണ്ട്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലും 2 കാർബണും 2 ഓക്സിജനും ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 എഴുതി കൊടുത്തു. അപ്പോൾ CO2+C gives 2CO എന്നാക്കി. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തു. ഇക്വേഷൻസ് കാണുമ്പോൾ നമ്മൾ മടിച്ച് ചെയ്യാൻ പാടാണെന്ന് കരുതി മാറി നിൽക്കരുത്. ഇതുവരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഇതിൽ റിഡോക്സ് റിയാക്ഷനുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരേ സമയം ഓക്സിഡേഷനും നടക്കണം റിഡക്ഷനും നടക്കണം അവിടെ. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനുകളെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷനുകൾ എന്ന് പറയുന്നത്. നമ്മളൊരു ടേബിളിൽ കുറേ എലമെൻസും അവയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും ഓക്സിഡേഷൻ നമ്പറുകളും നമ്മൾ ഓൾറെഡി കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് ഒന്നും കൂടെ നോക്കുക.
അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ നമ്മളൊരു 18 വരെയുള്ള എലമെൻറ്റിൻ്റെ ഓർഡർ, ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡർ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കണം. അതിൻ്റെ ബേസിൽ നമുക്ക് ആറ്റോമിക് നമ്പരും ഓർമ്മ വരും. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അതിൽ നിന്ന് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അഥവാ വാലൻസിയൊക്കെ വെച്ച് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ തന്നെത്താനെ കണ്ടുപിടിച്ച് എഴുതാം. അപ്പോൾ ചില എലമെൻസിൻ്റെയൊക്കെ കോമ്പൗണ്ട് മാറുന്നതനുസരിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. കാരണം അവിടെയൊക്കെ അവർ സിംഗിളായിട്ടാണ് നിൽക്കുന്നത്. കമ്പൈൻഡ് ഫോമിലല്ല കാർബണും ഓക്സിജനും ഒക്കെ കാണപ്പെടുന്നത്. ഓക്സിജൻ്റെത് 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ തന്നെയാണ്. അങ്ങനെ സിംഗിളായിട്ട് നിൽക്കുമെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബണിൻ്റെത് +4, ഓക്സിജൻ്റെത് -2 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇടതുവശത്തെ റിയാക്ടൻറ്റിൻ്റെ സൈഡിലുള്ള കാർബണിനെക്കാട്ടിലും റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നമ്പർ കൂടി, ഓക്സിജൻ്റെത് 2 കുറഞ്ഞു. അതുപോലെ തന്നെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. പക്ഷേ പ്രോഡക്റ്റ് സൈഡിൽ നോക്കുക, നൈട്രജൻ്റെത് +2 കൂടി, ഓക്സിജൻ്റെത് -2 കുറഞ്ഞു. ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും അതും ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. കമ്പൈൻഡ് ഫോം അല്ല, അതുകൊണ്ടത് 0 ആണ് ഓക്സിഡേഷൻ നമ്പർ. പ്രോഡക്റ്റ് സൈഡ് നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെത് +1 കൂടി, അയഡിൻ്റെത് -1 കുറഞ്ഞു. അയണിൻ്റെതോ 0 ആണ്, അതും കമ്പൈൻഡ് സ്റ്റേറ്റ് അല്ല, ഫ്രീ സ്റ്റേറ്റിലാണ്. അതുപോലെ ഹൈഡ്രജൻ്റെത് നോക്കുക, പ്രോഡക്റ്റ് സൈഡിൽ കുറഞ്ഞു. ക്ലോറിൻ്റെതോ അങ്ങനെ തന്നെ -1 ആയിട്ട് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ നിൽക്കുന്നത്. അയണിൻ്റെത് പ്രോഡക്റ്റ് സൈഡിൽ ഓക്സിഡേഷൻ നമ്പർ +2 ആയിട്ട് കൂടി. മാർബിളും നേർത്ത HClഉം തമ്മിലുള്ള രാസപ്രവർത്തനം തന്നിരിക്കുന്നു. CaCO3 + 2HCl gives CaCl2 + H2O + CO2. ഇവിടെ ഉണ്ടാകുന്ന വാതകം ഏത്? ഈ വാതകത്തെ എങ്ങനെ തിരിച്ചറിയാം? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ്. അത് തീ അണയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഒരു കത്തുന്ന ഒരു മാച്ച് സ്റ്റിക്കോ മറ്റോ അതിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ തീ കെട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ രാസപ്രവർത്തനത്തിൻ്റെ വേഗം കൂട്ടാൻ നിങ്ങൾ സ്വീകരിക്കുന്ന ഏതെങ്കിലും 2 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക, കാരണം വിശദമാക്കുക. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് പൊടിച്ചുപയോഗിക്കുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയും കെമിക്കൽ റിയാക്ഷൻ കുറച്ചും കൂടെ സ്പീഡപ്പ് ആവുകയും ചെയ്യുന്നു. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിലും കോൺസെൻട്രേഷൻ കൂടുമല്ലേ, അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടും, അതിൻ്റെ ഫലമായിട്ട് കൊളിഷൻ്റെ എണ്ണം കൂടും. അങ്ങനെ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ, സൾഫർ കഷ്ണങ്ങൾ തണുത്ത ഗാഢ നൈട്രിക് ആസിഡുമായി പ്രവർത്തിക്കുന്നില്ല, എന്നാൽ സൾഫർ പൗഡർ പ്രവർത്തിക്കുന്നു. ഇവിടെ രാസപ്രവർത്തന വേഗത കൂടാനുള്ള കാരണം വിശദമാക്കുക. അപ്പോൾ പൗഡർ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടുകയും റേറ്റ് ഓഫ് കൊളിഷൻ കൂടുകയും റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ വേഗത ഇനിയും കൂട്ടണമെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് മാർഗം സ്വീകരിക്കും? കാരണമെന്ത്? അതിനെ ഒന്ന് ചൂടാക്കുക. ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് മോളിക്യൂൾസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് കൂടും, നമ്പർ ഓഫ് കൊളിഷൻസ് കൂടും, റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനും കൂടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ചു പോവാതിരിക്കാൻ സാധാരണയായി അല്പം ഫോസ്ഫോറിക് ആസിഡ് ചേർക്കാറുണ്ട്. ഇവിടെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ധർമ്മം എന്താണ്? ഫോസ്ഫോറിക് ആസിഡ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കുന്നു. തൽഫലമായിട്ട് ഫോസ്ഫോറിക് ആസിഡിൻ്റെ വിഘടനം വൈകിപ്പിക്കും. ഓക്കെ, അതൊരു നെഗറ്റീവ് കാറ്റലിസ്റ്റ് ആണ് അല്ലേ. ഇത്തരം പദാർത്ഥങ്ങൾ ഏതു തരത്തിൽ അറിയപ്പെടുന്നു? നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടന വേഗത കൂട്ടാൻ നിങ്ങൾ ചേർത്ത് കൊടുത്ത പദാർത്ഥം എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ് ആണ്. അതൊരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് കെമിക്കൽ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നേച്ചർ ഓഫ് റിയാക്ടൻസ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, സർഫസ് ഏരിയ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്. ഈ 5 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണും, ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും റിവൈസ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്